പണ്ട് ഒരു കാട്ടിലെ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. ഇനി ആ കുരങ്ങനെ കുറിച്ചിട്ട് നമ്മള് കഥയുണ്ടാക്കി എല്ലാവരും ഉൾപ്പെടും. ഇനി കാട്ടിലൊരു കുരങ്ങൻ ഉണ്ടായിരുന്നു മാത്രമേ. ഇനി ഇനി എത്ര വാചകം വേണമെങ്കിൽ പറയാം. ഒരു വാചകം പറഞ്ഞിട്ടുള്ളൂ. എത്ര വാചകം വേണമെങ്കിൽ പറയാം. ഇനി ബാക്കി അമ്മയുടെ സങ്കല്പത്തിൽ ആ കുരങ്ങനെ കുറിച്ചിട്ട് എന്തും പറയാം. ആലോചിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയാൽ നമ്മൾ വേറെ കഥ തരും. ആലോചിക്കും. കുരങ്ങൻ നടന്നു പോകുമ്പോ ഒരു മുന്തിരിത്തോട്ടം കണ്ടു. ഇനിയുണ്ടോ? ആ മുന്തിരിത്തോട്ടത്തില് മുന്തിരിങ്ങ വയ്ക്ക ചാടി ചാടി മുന്തിരി കിട്ടിയില്ല. അപ്പോ അത് എഴുതാൻ പറഞ്ഞു. കുറുക്കനല്ലേ അങ്ങനെ ആ മുന്തിരിങ്ങ മരത്തിന്റെ മുകളിൽ കാക്ക ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എവിടെ ഇവിടെ അമൃതയൊക്കെ കാക്കനെ കുറിച്ച് പറഞ്ഞോളൂ. കുറുക്കൻ പോയി കാക്കയ്ക്ക് വെള്ളത്തിൻ്റെ അറിയിച്ചിട്ട് കുളത്തിൽ വെള്ളം. അപ്പം അത് കാക്കയ്ക്ക് കുടിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ കുറേ കല്ലുകൾ കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങനെ മേലേക്ക് പൊന്തിച്ചിട്ട് കുളത്തിലെടുത്തിട്ട് അങ്ങനെ വെള്ളം പൊന്തി വന്നിട്ട് പറഞ്ഞെന്ന് താഴ്ന്ന് അത് കാക്കയിലേക്ക് പോയി. കൊടപ്പന്റെ പറഞ്ഞത് കാക്ക കുടത്തിന്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് പറന്നു വന്നിട്ട് വെള്ളം തീർത്തില്ലേ? കുളത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അതന്നെ പറഞ്ഞു. ഇപ്പൊ അവിടെ പറഞ്ഞു, അതോടെ പറഞ്ഞു. അതിന്റെ ബാക്കി പറയും. അതിന്റെ ബാക്കി പറഞ്ഞോളെ. ഈ കാക്കട വേണ്ട. അപ്പോ ആ കുളത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ലളിത, ആ കുളത്തിന്റെ ഉടമസ്ഥയുടെ പേരാണ് ലളിത. ലളിത ദേഷ്യം പിടിച്ച് കൊടുത്ത് പുറത്തേക്ക് വന്നു. കുളത്തിലല്ലേ ഇങ്ങോട്ട് കയറിയിരിക്കും, കയറിയിരിക്കും. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കും, ഇങ്ങോട്ട് ഇരിക്കും. അമ്മേനെ രണ്ട് ചിന്തെങ്കിലും പറയും. ആകെ വെള്ളം കണ്ടെത്തിന് അപ്പൊ എന്ത് ചെയ്യാം?